നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യൂറോ കപ്പിൽ പോർച്ചുഗലിന് വലിയ കിരീട സാധ്യത പലരും കൽപ്പിക്കുന്നുണ്ട്. പോർച്ചുഗൽ ഫേവറിറ്റ്സ് ആണോ, കിരീട ഫേവറിറ്റ്സ് ആണോ? ഈ ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോട് തന്നെ ചോദിക്കുന്നു. സ്വീഡൻ വേഴ്സസ് പോർച്ചുഗൽ ഫ്രണ്ട്ലി മത്സരത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ താരങ്ങൾ ടീമിലേക്ക് വരികയാണല്ലോ, ടീം കൂടുതൽ ബെറ്റർ ആയിട്ട് മാറുന്നു. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്, യൂറോ കപ്പിന് നിങ്ങൾ ഫേവറിറ്റുകളായിട്ടാണോ എത്താൻ പോകുന്നത്? അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇതൊരു വലിയ ഡിബേറ്റാണ്. യഥാർത്ഥത്തിൽ യൂറോ ചാമ്പ്യൻഷിപ്പിൽ അങ്ങനെ ഫേവറിറ്റുകൾ എന്നൊന്നുമില്ല. ആ കോമ്പറ്റീഷൻ വളരെ ശക്തമാണ്. സ്മോൾ ഡീറ്റെയിൽസ് അവിടുത്തെ വിജയികളെ തീരുമാനിക്കും. 7 മത്സരങ്ങൾ വിജയിക്കുക, അങ്ങനെ യൂറോ കപ്പ് നേടുക. ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ മത്സരം മുതൽ കിരീടത്തിലേക്ക് എത്തുന്നവരുള്ള 7 കളികളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 മത്സരങ്ങൾ തുടരെ വിജയിക്കുക, അത് സ്മോൾ ഡീറ്റെയിൽസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ നിലനിർത്തുക, ആ ടീമിൽ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ഇപ്പം ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വാഭാവികമായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. എതിരാളികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പഠിച്ച് തന്നെ പോവേണ്ടതുണ്ട്. എന്തായാലും ദേശീയ ടീമിനായിട്ട് മികച്ച രൂപത്തിൽ പ്രകടനം നടത്താൻ താരങ്ങളെ പര്യാപ്തമാക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ് ഇയേഴ്സിൽ പോർച്ചുഗൽ നടത്തിയിട്ടുള്ള വർക്ക് അത് സ്പെക്ടാക്കുലറാണ്. അത് തുടരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം ഞങ്ങളാണ് ഫേവറിറ്റ്സ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കാനൊന്നും തയ്യാറല്ല. ഞങ്ങളുടെ ടീം ശക്തമാണ്, മികച്ച ഗ്രൂപ്പുണ്ട്, സമീപകാലത്ത് മികച്ച പ്രകടനമാണ്. പക്ഷേ ഒരു ടൂർണമെൻ്റ് ആവുമ്പോൾ ചെറിയ പിഴവുകൾ മതിയാവും പുറത്തേക്കുള്ള വഴി തെളിയാൻ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ നന്നായിട്ട് കളിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നേ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.